നമസ്കാരം. എൻ്റെ പേര് ബ്രൈറ്റ്. കിൻഫോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ആങ്സൈറ്റി എങ്ങനെയൊക്കെയാണ് ഒരാളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ക്യാരക്ടറിലോ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് വളരെ ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാലോ, ആങ്സൈറ്റി നമ്മളെ പല രീതിയിൽ ബാധിക്കും. അത് പല രീതിയിൽ നമ്മൾ കാണിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ശരീരത്തിൽ ചിലർ വിറയലായിട്ടൊക്കെ കാണിക്കാറുണ്ട്, ചിലർക്ക് നെഞ്ചിരിപ്പ് കൂടുതലായിട്ട് വരാറുണ്ട്, ചിലർക്ക് സൗണ്ട് ഇടറും, ചിലർക്ക് നേരെ നിൽക്കാൻ പറ്റില്ല, മറ്റുള്ളവർ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതല്ലാതെയും വേറെ പല രീതിയിലും നമുക്കറിയാലോ. ഒരു വഴിയാണ് അവോയ്ഡൻസ്. ആങ്സൈറ്റിനോട് പ്രതികരിക്കുന്ന വളരെ നോർമലായിട്ടുള്ളൊരു ഹ്യൂമൻ റെസ്പോൺസാണ് അവോയ്ഡൻസ്. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് ഉത്കണ്ഠ ഉണ്ടാക്കണേ, ഈ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, മറ്റുള്ളവർ മീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ഒക്കെയാണ്. അവർ നമ്മളെ കളിയാക്കോ, അവർ നമ്മളെങ്ങനെ ജഡ്ജ് ചെയ്യും എന്നൊക്കെ ടെൻഷനുള്ള ഒരാളാണെങ്കിൽ മറ്റുള്ളവർ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് അടച്ചിട്ട സ്ഥലങ്ങളാണ് പേടിയെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഹൈറ്റാണ് പേടിയെങ്കിൽ, ഒരാൾക്ക് ബ്ലഡാണ് പേടിയെങ്കിൽ, എന്തൊക്കെയാണോ നമുക്ക് പേടിയുള്ളത് ഇതൊക്കെ ഒഴിവാക്കും. അച്ഛനെ ആണ് ഒന്ന് ഫേസ് ചെയ്യാനാണ് പേടിയെങ്കിൽ അച്ഛനെ ഒഴിവാക്കും. സ്കൂൾ പേടിയാണെങ്കിൽ സ്കൂൾ കാണുന്നത് ഒഴിവാക്കും. അവോയ്ഡൻസ് എന്നുള്ളത് വളരെ നോർമലായിട്ടുള്ള എന്നാൽ അബ്നോർമലായിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാക്കാവുന്ന ഒരു റെസ്പോൺസാണ് ആങ്സൈറ്റിയോട്. വേറെ പല രീതിയിലും ആങ്സൈറ്റിയോട് നമ്മൾ പ്രതികരിക്കാറുണ്ട്. ഇപ്പോൾ ചിലർ പ്രതികരിക്കുന്ന ഒരു രീതിയാണ് സീക്കിംഗ് റീഅഷുറൻസ്. അപ്പോൾ അവരിങ്ങനെ എപ്പോഴും മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഓക്കെ അല്ലേ, ഞാൻ കാണുന്ന രീതി ഓക്കെ അല്ലേ, ഞാൻ പറയുന്ന രീതി ഓക്കെ അല്ലേ, ഞാൻ ചെയ്യുന്ന രീതി ഓക്കെ അല്ലേ, ഞാൻ ചെയ്ത് ഓക്കെ അല്ലേ, അല്ലെങ്കിൽ പഠിച്ചത് ഓക്കെ അല്ലേ, എൻ്റെ മാർക്കുകൾ ഇത്ര ഓക്കെ അല്ലേ, ഞാൻ ചെയ്ത വർക്ക് ഓക്കെ അല്ലേ എന്നൊക്കെ മറ്റുള്ളവരോട് എപ്പോഴും റീഅഷുറൻസ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് വേറൊരു വഴിയാണ്. ഇനിയും ആങ്സൈറ്റി പ്രത്യക്ഷപ്പെടുന്ന വേറൊരു വഴി ഡിസോസിയേറ്റീവ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ചിലർക്ക് പെട്ടെന്ന് മറവി വരിക, അല്ലെങ്കിൽ ചിലർക്ക് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ബോധമൊക്കെ തെറ്റിപ്പോയ പോലെയൊക്കെ തോന്നുക, തല കറങ്ങുന്ന പോലെ തോന്നുക, നമ്മുടെ സിറ്റുവേഷനായിട്ട് ഇതൊക്കെ റിയൽ ആണോ എന്നൊക്കെ ചിലർക്ക് തോന്നുക, ഞാനല്ല എന്നൊക്കെ തോന്നുക, എനിക്ക് പുറത്താണ് എന്നൊക്കെ തോന്നുക. ഇങ്ങനെയുള്ള ചില രീതികൾ ഉണ്ടാവാറുണ്ട്. വേറൊരു ആങ്സൈറ്റിയോട് പ്രതികരിക്കുന്ന രീതിയാണ് ദേഷ്യം. അതായത് ചിലർ ഭയങ്കര ദേഷ്യക്കാരായിട്ട് കാണാറുണ്ട്. അതായത് ആങ്സൈറ്റി വരുമ്പോൾ ഒരു ഭയങ്കര ദേഷ്യക്കാരായി മാറും. അപ്പോൾ പുറത്ത് നോക്കണവർ ഒരു ഭയങ്കര ചൂടന്മാരാണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുക. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. എന്ന് വെച്ചാൽ ആങ്കർ കാണിക്കുന്ന എല്ലാവരും ഭയങ്കര ചൂടന്മാരായിട്ടുള്ള ആൾക്കാരാവണമെന്നില്ല. ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ആങ്സൈറ്റി വളരെ കൂടുമ്പോൾ ഇത് ദേഷ്യമായിട്ട് കാണിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള റെസ്പോൺസാണ്. ഇതൊക്കെ നമുക്ക് പൊതുവെ ഒരു ധാരണയുള്ളതാണ്. ഇനി ആങ്സൈറ്റി സത്യത്തിൽ നമുക്ക് പരസ്പര വിരുദ്ധമായിട്ടുള്ള ചില പെരുമാറ്റ രീതികൾ പലരിലും കാണിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ആങ്സൈറ്റി ഒരാളിൽ ചിലപ്പോൾ സെൽഫ് ബ്ലെയിമിന് കാരണമാവാറുണ്ട്. എന്ന് വെച്ചാൽ അതെൻ്റെ കുഴപ്പം കൊണ്ടാണല്ലോ, ഞാൻ ശരിക്കും ഇല്ലാത്തത് കൊണ്ടാണല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്താരീതി ചിലരിൽ ഉണ്ടാക്കാറുണ്ട്. ചിലരിൽ അത് നേരെ തിരിച്ചൊരു ചിന്താരീതി ഉണ്ടാക്കാറ്. അതായത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന ഒരു രീതി ഉണ്ടാക്കാറ്. അതിൻ്റെ പ്രശ്നമല്ല, അവരുടെ പ്രശ്നമാണ്, അവരങ്ങനെ ചെയ്തിട്ടാണ്, ഇവരിങ്ങനെ ചെയ്തിട്ടാണ്, അവരങ്ങനെയായിട്ട് കാലാവസ്ഥ അങ്ങനെയായിട്ടാണ്, സമയം ശരിയില്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ഇത് പരസ്പര വിരുദ്ധമാണല്ലോ. ചിലർ സെൽഫ് ബ്ലെയിമിലേക്കാണ് പോവുക, ചിലർ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിലേക്കാണ് പോവുക. ഇത് കാണുമ്പോൾ പരസ്പര വിരുദ്ധമാണെങ്കിലും ആങ്സൈറ്റിയോട് പൊരുത്തപ്പെടാൻ ചിലർ സെൽഫ് ബ്ലെയിം ഉപയോഗിക്കാറുണ്ട്, ചിലർ മറ്റുള്ളവർ ബ്ലെയിം ചെയ്യുന്നത് ഉപയോഗിക്കാറുണ്ട്. ഇനി ആങ്സൈറ്റിയോട് പ്രതികരിക്കുന്ന വേറൊരു രീതിയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ മേലൊക്കെ എക്സസീവ് കൺട്രോൾ എടുക്കുക, പ്ലാൻ ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തുക. എന്താ പറയുക, ഇപ്പോൾ നമ്മളെങ്ങോട്ടെങ്കിലും നാളെ യാത്ര പോകുന്നുണ്ടെങ്കിൽ കൃത്യം എത്ര മണിക്ക് ഇറങ്ങുമോ, എവിടേക്ക് എത്തും, എത്ര നേരം എടുക്കും, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എവിടെയൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, എവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാതെ ചിലർ പുറത്തിറങ്ങി. കാരണം അവർക്ക് എല്ലാത്തിൻ്റെ മേലെയും കൺട്രോൾ വേണം. ഇപ്പോൾ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്ന് പറഞ്ഞ് സെഡ് വരെയുള്ള പ്ലാനുകൾ ഉണ്ടെങ്കിൽ ചിലർ കാര്യങ്ങൾക്ക് റെഡി ആവുള്ളൂ. ചിലർക്ക് ഇനി നേരെ വിപരീതമാണ്. ചിലർക്ക് എന്താ പറയുക, ആങ്സൈറ്റി വരുമ്പോൾ ചിന്തയുടെ മേലോ ചെയ്യുന്ന കാര്യങ്ങളുടെ മേലെയുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ചിലർ ഒബ്സസീവ് ആയിട്ടുള്ള ചില തോട്ട്സ് ഒക്കെ വരും. അതായത് ഇവരുടെ മനസ്സിലേക്ക് ചില തോട്ട്സ് വരുന്നു, അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് മാറ്റാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമ്മുടെ ചിന്തകളുടെ മേലുള്ള നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ ചിലർക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചില പ്രസൻറ്റേഷനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയി പോകാറുണ്ട്. നമ്മുടെ ചിന്തകളുടെ മേലോ നമ്മുടെ മനസ്സിൽ നടക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇതും പരസ്പര വിരുദ്ധം എന്ന് തോന്നാം. എന്ന് വെച്ചാൽ ചിലർ എക്സസീവായിട്ടുള്ള കൺട്രോൾ നമ്മുടെ തോട്ടിൻ്റെ മേലോ ആക്ഷൻ്റെ മേലോ എടുക്കുന്നു, ചിലർ നേരെ തിരിച്ച് ഉള്ള കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ ആങ്സൈറ്റി പ്രത്യക്ഷപ്പെടുന്ന വേറൊരു രീതിയാണ്, ചിലർ ആങ്സൈറ്റി വരുമ്പോൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയി മാറുന്നു. എന്ന് വെച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, തീരുമാനം എടുത്താൽ അതിൻ്റെ റിസ്ക് എടുക്കണമല്ലോ. അപ്പോൾ ആങ്സൈറ്റി ഉള്ളതുകൊണ്ട് ചിലർ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയി മാറും മറ്റുള്ളവരുടെ മേൽ. ചിലർ നേരെ തിരിച്ചാണ്, മറ്റുള്ളവർ വിശ്വസിക്കാതെ ആയി മാറും. ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉള്ളവർ, ഇത് കഴിഞ്ഞാൽ ഇവനെ ട്രസ്റ്റ് ചെയ്താൽ ഇത് ഉണ്ടാവോ എന്നൊക്കെ പേടിക്കുന്ന ഒരു രീതിയായി മാറും. ഒറ്റ നോട്ടത്തിൽ ഡിപ്പെൻഡൻസും ട്രസ്റ്റ് ഇഷ്യൂ, ഒരാൾ പെട്ടെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നു, വേറൊരാൾ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യുന്നേയില്ല. ഇത് ഒറ്റനോട്ടത്തിൽ പരസ്പര വിരുദ്ധമാണെന്ന് തോന്നാമെങ്കിലും ഈ വിരുദ്ധമായിട്ടുള്ള രീതികൾ ആങ്സൈറ്റിയോട് പൊരുത്തപ്പെടാൻ പലരും എടുക്കാറുണ്ട്.
അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ ആങ്സൈറ്റിയുടെ മാനിഫെസ്റ്റേഷൻസ് കാണാറുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് പേടിച്ച് ഉറച്ചിരിക്കുക എന്ന് മാത്രമല്ല കാണാറുള്ളത്. ചിലരിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എക്സസീവ് കൺട്രോൾ എടുക്കുന്ന ആൾക്കാർ, എനിക്ക് എല്ലാം എന്നെ കൊണ്ട് എല്ലാം ഡീൽ ചെയ്യാൻ പറ്റും, ഞാൻ ഒമ്നിപൊട്ടൻ്റ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ചിലർ കാണാറുണ്ട്. അപ്പോൾ കാണുമ്പോൾ അവരെല്ലാം കൺട്രോളുള്ള ആളാണ് എന്നൊക്കെ തോന്നിയാലും അവരങ്ങനെ ആവാൻ തന്നെ പ്രേരിപ്പിക്കുന്ന അവരുടെ ഉള്ളിൽ ആങ്സൈറ്റി ആവാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വഭാവ രീതികളുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്വഭാവ രീതി നമുക്ക് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അവരുടെ രീതികളിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാനോ അത് സാഹചര്യങ്ങളായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പൊരുത്തപ്പെടാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ വേറൊരാളുടെ ഹെൽപ്പ് ഉണ്ടാവണം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ സൈക്കോതെറപ്പിയോ ഒക്കെ എടുക്കുന്നതും ചിലർക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ആങ്സൈറ്റിയുടെ മാനിഫെസ്റ്റേഷൻസിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് പറയാനുള്ളത്.